breakthrough has leapfrogged the world. I think we should take the development out of China very, very seriously. 2024 അമേരിക്കയുടെ സിലിക്കൺ വാലിയിൽ ഒരു AI എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് സാലറി വർഷത്തിൽ $1,80,000 നമ്മുടെ ഇന്ത്യൻ മതിപ്പെടുക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കോടി വരും. ഈ സിലിക്കൺ വാലി ആയിരുന്നു ടെക്നോളജിക്ക് എല്ലാം തന്നെ. അവിടെ നിന്നാണ് എല്ലാം തന്നെ രൂപം കൊണ്ടത്. ആ ഒരു ചിത്രം അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ സിലിക്കൺ വാലിയെക്കുറിച്ച് വലുതായി സംസാരിച്ച വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, വിവർക്ക്, യൂബർ, ലിസ്റ്റ്, പേപാൽ, യൂട്യൂബ്, ഇബേ ഇങ്ങനെയുള്ള ഒരുപാട് യൂണിക്കോൺസ് പുറത്തു വന്നത്. അവർ വളരെ വലുതായി വളരുകയും ചെയ്തു. ഇവരെല്ലാവരും വളർന്ന് ഒരുപാട് യൂസർ ബേസസ് കൊണ്ടുവന്ന ആ ഒരു സാഹചര്യം. അപ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു പുതിയ കണ്ടുപിടുത്തം വന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 100 ബില്യൺ യൂസേഴ്സ് ഞങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഓപ്പൺ AI കമ്പനി ഒരു വാർത്ത പുറത്തുവിട്ടു. ഒരു വലിയ ടെക്നോളജി ട്രാൻസ്ഫർ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. ഓപ്പൺ AI കമ്പനി ഉയരങ്ങളിലെത്തി. അവരെ നശിപ്പിക്കാനേ കഴിയില്ല. ChatGPT എല്ലാവരുടെ ജീവിതത്തിലും വന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു ChatGPT ഒരുപക്ഷെ കൊളാപ്സ് ആകാം എന്നുള്ള വാർത്തകളും വന്നു. ഇന്ന് ആ ChatGPT ചൈനയുടെ ഒരു ആപ്ലിക്കേഷൻ്റെ പക്കൽ മുട്ടുമടക്കി. അതെന്ത് ആപ്ലിക്കേഷനാണ്? സത്യത്തിൽ ChatGPT പരാജയപ്പെടുമോ? ഇവിടെ ചൈന വിജയിച്ചോ? ഇത് ഓപ്പൺ സോഴ്സ് എന്നും പറയുന്നുണ്ട്. അത് സാധ്യമാണോ? ഇവയെക്കുറിച്ചെല്ലാം വിശദമായി അറിയാം. ഇന്ന് UK ഒക്കെ എടുത്തു നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുഴുവൻ നിയന്ത്രണവും നമ്മുടെ പക്കൽ തന്നെ ഉണ്ടാകണം എന്ന് ചിന്തിച്ച് UK പ്രൈം മിനിസ്റ്റർ ഒക്കെ പറയുന്നുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഒരുപാട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാരണം ജനങ്ങൾക്ക് നല്ലതും സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ദോഷവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കണം. ആ റെഗുലേഷൻസ് ആരുടെ നിയന്ത്രണത്തിലാണോ അവരാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ലോകത്തെ തന്നെ ഭരിക്കാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ റെഗുലേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആര് വേണമെങ്കിലും എത്ര ടൂൾ വേണമെങ്കിലും നിർമ്മിച്ചോട്ടെ. പക്ഷേ റെഗുലേഷൻ അത് നമ്മുടെ പക്കൽ ഉണ്ടായാൽ അതായിരിക്കണം വലുത് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ടൂൾ നിർമ്മിക്കാനുള്ള ഒരു കമ്പനിയാണ് ഇവിടെ വലിയ ചർച്ചാ വിഷയമായത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്ര ബില്യൺ അമേരിക്കൻ ഡോളർ ഇൻവെസ്റ്റ്മെൻ്റ് ആകും ഇതിൽ നടക്കുക? ഒരു വലിയ വ്യാപാരം തന്നെ ഇതിന് പുറകിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ വലിയ കമ്പനികൾ ഇവരൊക്കെ ഒരുവിധം അവരുടെ ഓപ്പറേഷൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ AI ടൂൾ വെച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോലിയിൽ എവിടെയും സ്റ്റക്കാകാൻ പാടില്ല. എന്തിന്? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൊളീഗ്സ് നമ്മളെക്കാൾ വളരെ കുറവായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അവർക്കൊരല്പം നോളജ് മാത്രമേ കാണൂ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കാര്യം ഉപയോഗിച്ച് അവർ ഹയർ സാലറി വാങ്ങുന്നുണ്ടാകും. അപ്പോൾ റെഗുലേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആര് വേണമെങ്കിലും എത്ര ടൂൾ വേണമെങ്കിലും നിർമ്മിച്ചോട്ടെ. പക്ഷേ റെഗുലേഷൻ നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണമെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും ഈ AI റെഗുലേഷൻസിൽ ഞാൻ തന്നെ രാജാവായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ AI എന്ന് പറയുന്ന ടൂൾസ് ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ തന്നെ കിങ് എന്ന് അമേരിക്ക ചിന്തിച്ചു. എന്നാൽ അവിടെയാണ് ഒരു മാറ്റം സംഭവിച്ചത്. ഓപ്പൺ AIക്കാട്ടിലും അടുത്ത് വന്ന DeepSeek എന്ന ഒരു ടൂൾ അത് വലിയ വളർച്ചയിലേക്കെത്തി. ഓപ്പൺ AI പോലും വെറും ഒരു പൊടിയാക്കി മാറ്റി എന്ന വാർത്തയാണ് പുറത്തു വന്നത്. DeepSeek breaking the internet and has sent shockwaves through the world of artificial intelligence or AI. China's latest AI breakthrough has leapfrogged the world. I think we should take the development out of China very, very seriously. ഏകദേശം വൺസ് ഇൻ എ ലൈഫ് ടൈം ആപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് ChatGPT നമ്മൾ വിളിച്ചത്. അങ്ങനെ ഒരു AI ടൂളിനെ ഇതുവരെയും മനുഷ്യർ കണ്ടിട്ട് പോലുമില്ല. അത്രത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വെറും 2 വാക്കുകൾ കൊടുക്കുകയാണെങ്കിൽ അത് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യും. 3 വാക്ക് കൊടുത്താൽ നമുക്ക് ആവശ്യമായി ഇമെയിൽ ട്രാക്ക് ചെയ്ത് നൽകുന്നു, ഒരു കഥ എഴുതി നൽകും, ഹിസ്റ്ററി പറഞ്ഞു തരും, മിസ്റ്ററി പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം തന്നെ ഈ ChatGPT ചെയ്യും. അങ്ങനെ ഈ ChatGPT കവർ ചെയ്യാനായി ഒരുപാട് കമ്പനി അവരുടെ പ്രോഡക്റ്റ് കൊണ്ടുവന്നു. അതിൽ ചിലതാണ്
പെർപ്ലെക്സിറ്റി, ജെമിനി, ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്, ഇങ്ങനെ പല ടൂൾസ് വന്നാലും ഇപ്പോൾ ഓപ്പൺ എ ബീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയുടെ പേരാണ് DeepSeek. A game-changing move that does not come from OpenAI, Google, or Meta, but from a Chinese lab called DeepSeek. ഓപ്പൺ എ കമ്പനിയുടെ ടോട്ടൽ ബഡ്ജറ്റ് ഒരു 100 രൂപയാണെന്ന് ചിന്തിക്കുക. അതിൽ വെറും 5 രൂപയുണ്ടെങ്കിൽ മാത്രം മതി DeepSeekന്റെ എല്ലാ സർവീസും നമ്മളെ കൊണ്ട് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 95% എഫിഷ്യൻ്റ് ആയ, അത് കോസ്റ്റ് വൈസ് ആയാലും സ്പേസ് വൈസ് ആയാലും ടെക്നോളജി വൈസ് ആയാലും, ഇങ്ങനെ ഇവയെല്ലാം എളുപ്പമാക്കി തന്നിരിക്കുകയാണ് ഈ DeepSeek. ഈ DeepSeek ഓപ്പൺ സോഴ്സ് ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ChatGPT-യേക്കാളും ഇത് വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് പറയുന്നു. എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ വളരെ വലിയ രീതിയിൽ റിയൽ ടൈമായി ഇതിനെ കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ടെക്നോളജി ടേംസിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. സാധാരണ ഒരു വ്യക്തിക്ക് എന്ത് അറിയണം അത് മാത്രം അറിയാം. ഇപ്പോൾ ChatGPT റൺ ചെയ്യുന്നതിന് ഒരുപാട് GPU ആവശ്യമാണ്, സെർവർ സ്പേസ്. ഈ സെർവറിൽ നിന്നും റണ്ണായി അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ക്ലയൻറ്റ് നൽകും. എന്നാൽ ഇതിനിടയിൽ ഈ DeepSeek എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ തന്നെ റൺ ചെയ്യാനുള്ള സൗകര്യമുള്ളതാണെന്നും പറയുന്നു. ഇതാണ് ഇവയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പിന്നെ ഈ ഓപ്പൺ എ എങ്ങനെ തകർന്നു? അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നു. $150 ബില്യൺ മതിപ്പുള്ള ഒരു കമ്പനിയാണെങ്കിൽ പോലും ഒരു ചിന്തിക്കുന്നത് പോലുള്ള ഫണ്ട് അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ അവർക്ക് ഫണ്ട് ലഭിച്ചാലും അവരുടെ സെർവർ അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഒരുപാട് തുക അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡേറ്റ റീഡ് ചെയ്യുന്നതിനും ഡേറ്റ കളക്ഷനുമായി തന്നെ ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പൺ എ കമ്പനിയെ കൊണ്ട് വീണ്ടും കുറച്ച് വർഷത്തേക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. 2028-30 അത് തകരുമെന്ന രീതിയിലായിരുന്നു അറിയാൻ സാധിച്ചത്. എന്നാൽ ഇവിടെ വലിയൊരു പ്രശ്നമായത് GPU അല്ലെങ്കിൽ സെർവറാണ്. അപ്പോൾ ഒരു GPU അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ChatGPT എന്നത് ഓപ്പൺ എ കമ്പനിയുടെ ഫണ്ടിൽ നിന്ന് 75% എടുക്കുന്നുണ്ട്. അത്രത്തോളം GPUവിൻ്റെ ആവശ്യമുണ്ട്. 3,50,000 സെർവേഴ്സ് അവർ റൺ ചെയ്യുന്നുണ്ട്. AWS ആയാലും ഈ 3,50,000 സെർവറിൽ 83% സെർവർ ഇപ്പോൾ തന്നെ ഫില്ലായി. അപ്പോൾ വീണ്ടും അധികം സെർവർ അവർ എടുത്ത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം. ഇതിന് ഓപ്പൺ എ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതാണ് എലോൺ മസ്കും പറയുന്നത്. ഓപ്പൺ എ കമ്പനി പ്രോഫിറ്റിലല്ല പ്രവർത്തിക്കുന്നത്, ലോസിലാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ AI കമ്പനിക്ക് എതിരെ ഒരു കമ്പനി വരുന്നുവെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഫണ്ടോടുകൂടി, അത്രത്തോളം വലിയ സ്പേസോടുകൂടി വരണം. വലിയ രീതിയിൽ GPU ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു കമ്പനിയെ കൊണ്ട് മാത്രമേ അത് കഴിയൂ എന്ന് ചിന്തിച്ചു. എന്നാൽ ഇതൊന്നും തന്നെ വേണ്ട. ഞങ്ങളുടെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. ഇതിലുള്ള ലിമിറ്റേഷൻസ് എന്തെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം പ്രധാനപ്പെട്ട ചില ചിപ്പുകളൊന്നും ചൈനയിലേക്ക് പോകാതിരിക്കാനുള്ള ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ചിപ്പ് ഉപയോഗിച്ച്, ഉള്ള ടെക്നോളജി ഉപയോഗിച്ച് ഓപ്പൺ എ ബീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. കുറച്ച് ആളുകൾ ചേർന്ന് ഈ DeepSeek നിർമ്മിച്ചു. അതും ഓപ്പൺ എ ബെഞ്ച് മാർക്ക് വൈസ് ഒരുപാട് ബെഞ്ച് മാർക്കിൽ തന്നെ മുട്ടുകുത്തിപ്പിച്ചു. DeepSeekനെ സംബന്ധിച്ച് തിങ്ക് സ്മാർട്ടർ നോട്ട് ബിഗർ, ഇങ്ങനെയാണ്. വളരെ സ്മാർട്ടായി ഡിസൈൻ ചെയ്ത്, വളരെ സ്മാർട്ടായി വർക്ക് ചെയ്ത് അവർ ഈ DeepSeekനെ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ DeepSeek ഓപ്പൺ സോഴ്സ് ആണ്. ഇതുവരെയും ഇത്ര വലിയ ലാർജ് ലാംഗ്വേജ് മോഡൽ ഓപ്പൺ സോഴ്സായി ആരും അറിയിച്ചിട്ടില്ല. എന്നാൽ ഇവർ അത് ഓപ്പൺ സോഴ്സായി അറിയിക്കുന്നു. ലോകത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലിനെ കുറിച്ച് പഠിക്കുന്നവർ, അവർക്ക് ഈ ഓപ്പൺ സോഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങളുടെ സെർവറിൽ നിന്ന് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് DeepSeekൻ്റെ പോസിറ്റീവ് സൈഡ്. കൂടാതെ ഈ DeepSeek എങ്ങനെ വർക്കാകും, അതിലെങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉള്ളത്, അതല്ല സത്യത്തിൽ ഓപ്പൺ എ ഇത് ബീറ്റ് ചെയ്യാൻ മറ്റെന്തെങ്കിലും അഡ്വാൻസ്ഡ് ടൂൾ ഇതിലുണ്ടോ? അമേരിക്ക, ചൈന ഈ യുദ്ധത്തിൽ ടെക് സൈഡിൽ ചൈന ഒരു പടി മുകളിലേക്ക് പോയി. ഇനി ഇതിനെ അമേരിക്കയെ കൊണ്ട് ബീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് മറ്റൊരു വീഡിയോയിലൂടെ അറിയാം. ആ വീഡിയോയിൽ ഇതിൻ്റെ ടെക്നിക്കൽ വേസ് നമുക്ക് കൂടുതലായും പഠിക്കാം. DeepSeek എങ്ങനെ വർക്കാകുന്നു, അതിന് പുറകിലുള്ള അൽഗോരിതം എന്താണ്, അതെങ്ങനെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം എല്ലാവർക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, അത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.